ആ വീടിന്റെ വലിയ ഓടുപുരക്കത്ത് ആരും നോക്കാത്തതുപോലെ കാണുന്ന ഒരു നായ ഉണ്ടായിരുന്നു. കുഞ്ഞി. ചെറിയ വാലും പൊടിയുള്ള ദേഹവുമാണ്. പക്ഷേ കണ്ണുകളിൽ ഒരു മുഖം നിറയുന്ന കരുണ ഉണ്ടായിരുന്നു. അവളുടെ ഗുരുനാഥനായ രാധാകൃഷ്ണൻ മാസ്റ്റർ. 2 വർഷം മുമ്പ് തെരുവിൽ നിന്നും കുഞ്ഞിയെ ചേർത്തെടുത്തത് മാസ്റ്റർ ആയിരുന്നു. ഒരാൾ പോലും ഒപ്പമില്ലാത്ത നായയല്ലേ, എങ്കിൽ എന്റെ കൂടെയിരിക്കാം. അതോടെ കുഞ്ഞിയുടെ ജീവിതം മാറി. കുഞ്ഞി ഓരോ ദിവസവും മാസ്റ്ററിന്റെ കൂടെ സ്കൂളിലേക്കും ക്ലാസ് കഴിയുമ്പോൾ വീട്ടിലേക്കും വരും. ഒരു രാവിൽ കനത്ത മഴ. വീടിന്റെ തിരശ്ശീല കനമായി വീഴും പോലെ ആ രാത്രിയിൽ മാസ്റ്ററിന് ഹൃദയാഘാതം. ആൾക്കാർ ഓടി വരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ കുഞ്ഞിയെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല. അവൾ വീട്ടിന്റെ തറയിൽ ഇരുന്ന് നോക്കും. അതേ കണ്ണുകൾ നിറഞ്ഞു പാറുന്നു. മാസ്റ്റർ തിരിച്ചുവരില്ലെന്നുള്ളത് ആരും പറയുന്നില്ല. പക്ഷേ കുഞ്ഞിക്ക് മനസ്സിലായിരിക്കുന്നു. മാസ്റ്ററുടെ ചിതയിലേക്ക് ആളുകൾ കൂട്ടം കൂടുന്നു. പക്ഷേ വലിയ ആശ്ചര്യമായി, അവിടെ മുൻപേ കിടക്കുന്നത് കുഞ്ഞിയായിരുന്നു. ചിതയിലേക്ക് നോക്കി കിടക്കുന്ന അവളുടെ മുഖത്ത് ആ സൂക്ഷ്മമായ കൃതജ്ഞതയുടെ നിറം. ചിലർ കരയും, ചിലർ ചിന്തിക്കും, ഒരു നായയ്ക്ക് ഇത്ര വേദനയുണ്ടാവുമോ? കാലം കടന്നുപോയി. വീട് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു. പക്ഷേ ഓരോ പുതിയ താമസക്കാർ വരുമ്പോഴും പറയും, രാത്രിയിൽ വാതിലിനരികിൽ കിടക്കുന്ന ഒരു നായയുടെ നിഴൽ തോന്നുന്നു. അതെ, കുഞ്ഞിയുടെ ആത്മാവ് അങ്ങനെ മാസ്റ്ററിന്റെ ഓർമ്മകളിൽ ഇന്നും കാവലുണ്ട്.